السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. ശരി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 232 ആയത്ത്. 232 ഞാൻ ഓതിത്തരാം. വലിയ ആയത്തായതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം വരും. ഞാൻ നേരെ ഓതിയിട്ട് നിങ്ങൾക്ക് ഓതാനുള്ള സമയം തന്നങ്ങനെ പോകാം. وإذا طلقتم النساء ശ്രദ്ധിക്കണം, തൊല്ലക്തുമു എന്നല്ല, തൊല്ലക്തു പോലെ തൊല്ലഖ് എന്ന് പറയണം. ഖാഫ് കേൾക്കണം. وإذا طلقتم النساء എന്ന് വരണം. فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف അവിടം വരെ ഒന്നിച്ചോദനം കേട്ടോ. എൻ്റെ കൂടെ ഓതിക്കോളൂ. എൻ്റെ കൂടെ വൈദാ തൊല്ലഖ്തും മുതൽ ബിൽ മഅറൂഫി വരെ കൂടെ ഓത്. ഓക്കെ. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن അവിടെ വെച്ചു. أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف. ബാക്കി ഓതി തരാം. ذلك يوعظ به
മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇനി ആ ഭാഗം ഒന്നിച്ച് വായിക്കാം എല്ലാവരും കൂടെ. ഓക്കെ. ذَلِكَ يُوعَظُ بِهِ مَنْ كَانَ مِنْكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ. ബാക്കി ഓതിത്തരാം. ذَلِكُمْ أَزْكَى لَكُمْ وَأَطْهَرُ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇനി തുടക്കം മുതൽ ഒന്നും കൂടെ ഓതാം. വഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുവാനും സന്തോഷ സമാധാനത്തോടുകൂടെ മരണപ്പെട്ട് പിരിഞ്ഞു പോകുവാനും ഇഹത്തിലും പരത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 231, 232 വചനങ്ങളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഏതാനും വചനങ്ങളിൽ വിവാഹമോചനവുമായി തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വഇദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്താൽ ഫബലഗ്ന അജലഹുന്ന, അങ്ങനെ അവരുടെ ഇദ്ദകാലം പൂർത്തീകരിക്കുകയും ചെയ്താൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, നിങ്ങൾ ഒന്നുകിൽ അവരെ നല്ല നിലയിൽ നിങ്ങൾക്ക് തന്നെ അവിടെ നിലനിർത്താം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയുമായി തുടർന്ന് വിവാഹ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അവളെ യുദ്ധകാലം പൂർത്തിയാക്കുന്നതിന് മുമ്പാണെങ്കിൽ തുടർന്നു കൊണ്ട് ജീവിക്കാം. യുദ്ധകാലം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വീണ്ടും വിവാഹം കഴിക്കാവുന്നതാണ്. ഔ സരീഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ അവരെ പിരിച്ചുവിടുക. രണ്ട് ഇടത്തും അല്ലാഹു പ്രയോഗിച്ച പദം മഅറൂഫ് എന്നാണ്. നിങ്ങൾ നല്ല നിലയിൽ നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതും വളരെ നല്ല നിലയിലായിരിക്കണം. അവരെ ഇനി വീണ്ടും അവരെ വിവാഹം ചെയ്തിട്ട് അവരെങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു ഉദ്ദേശം നിങ്ങൾക്ക് പാടില്ല. നല്ല നിലയിൽ അവളെ നിലനിർത്തുക, നല്ല നിലയിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ മഅറൂഫ് നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഔ സരീഹുഹുന്ന ബിമഅറൂഫ്. ഇനി അതല്ല, നിങ്ങൾക്ക്
ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ നല്ല നിലയിൽ നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ ആളുകൾ ബന്ധപ്പെട്ട് ഇടപെട്ട് നല്ല നിലയിൽ പിരിച്ചുവിടുക. വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅ്തദൂ. അവളെ ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവളെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. അതിന് ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കല്യാണം കഴിച്ചിട്ട് വീണ്ടും പഴയ രൂപത്തിൽ തന്നെ അവളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും അവളെ ബുദ്ധിമുട്ടിക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുക, അത് പാടില്ല. ലിതഅ്തദൂ. നിങ്ങൾ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, അതിർത്തികൾ ലംഘിക്കാൻ വേണ്ടി ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ തന്നെ അള്ളാഹു ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും മാന്യമായിരിക്കണം വിവാഹ ജീവിതം. ആ മാന്യതക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളിൽ ഏറ്റവും മാന്യൻ നിങ്ങളുടെ ഭാര്യമാരുമായി നല്ല നിലയിൽ സഹവസിക്കുന്നവനാണ് എന്ന്. പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഇടപാടാണ്, നല്ല സ്വഭാവത്തിലാണ്. പുറത്തുള്ള ആൾക്കാർ കണ്ടാൽ പറയുമോ ഇയാൾ എന്ത് നല്ല സ്വഭാവമാണ്. പക്ഷെ വീട്ടിൽ വന്നാൽ നേരെ വിപരീതമാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും മാന്യം നിങ്ങളുടെ ഭാര്യമാരുമായി ഏറ്റവും നല്ല നിലയിൽ സഹവസിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാൻ ഹുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞത് മഹദി അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ നമ്മുടെ ഭാര്യമാരാണ് നമ്മളെ പറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടോളെ പിടിച്ചു വെക്കരുത്. മയ്യ ഫൽ ദാലിക്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഖദ് ളലമ നഫ്സ, അവനോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചത്. അതിൻ്റെ പല ദുനിയാവിലും കിട്ടുവാന് നാളെ ആഖിറത്തിലും കിട്ടും. അള്ളാൻ്റെ നിയമങ്ങൾ ലംഘിച്ച് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാനും വിവാഹ ജീവിതം പ്രയാസപ്പെടുത്താനാണ് നിങ്ങൾ വീണ്ടും വിവാഹം ചെയ്തത് എങ്കിൽ അതിൻ്റെ ഫലം അവന് കിട്ടുന്ന, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ അള്ളാഹു വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നു, വലാ തത്തഖിദൂ ആയാത്തില്ലാഹി ഹുസുവാ, വലാ തത്തഖിദൂ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്. ഹുസുവാ, കളി തമാശയായി സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമാശ കാര്യമാകുന്ന 3 സംഗതികൾ പറഞ്ഞപ്പോൾ അതിൽ 2 ഒന്ന് നിക്കാഹും ഒന്ന് തലാഖുമാണ്. അപ്പോൾ ഇത് തമാശയായിട്ട് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾ ഗൗരവരൂപത്തിൽ കാണണം. അതൊരിക്കലും തമാശയായി പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ അവളെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് അവളെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക. കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ദാമ്പത്യ ജീവിതം എന്നല്ല നമ്മളെ സാമൂഹിക ജീവിതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ, നിങ്ങൾക്ക് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹിൻ്റെ നിയമത്താണ്. വൽ ഹിക്മ, ആ വേദഗ്രന്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിലേക്ക് അയച്ച് ആ പ്രവാചകൻ നിങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചതെന്ന്, നിങ്ങൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചതെന്ന്, ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തതെന്ന്. യഅ്ളുക്കും ബിഹി, അത് മുഖേന അള്ളാഹു നിങ്ങളെ ഉപദേശിക്കും. അപ്പോൾ അള്ളാഹിൻ്റെ ഉപദേശങ്ങൾ ഗൗരവത്തിലെടുക്കണം. വത്തഖുല്ലാഹ്, എന്നിട്ട് അള്ളാഹ് പറയുന്നു, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. വഅലമൂ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഇതൊക്കെ ഈ ബന്ധങ്ങളെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നാൾ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ബാധ്യതകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യമാണ്. തുടർന്ന് കൊണ്ട് അല്ലാഹു പറയുന്നത് വഇദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്താൽ ഫബലഅന അജലഹുന്ന, അങ്ങനെ അവരുടെ അവധി പൂർത്തീകരിക്കുകയും വൈദ്യകാലം പൂർത്തീകരിക്കുകയും ചെയ്തു. ഫലാ തഅളുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന, ഇവിടെ ഫലാ തഅളുലൂഹുന്ന, നിങ്ങൾ അവർക്ക് തടസ്സമുണ്ടാക്കരുത്, നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. അൻ യൻകിഹ്ന അസ്വാജഹുന്ന, അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. ഈ വചനം അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. മഅഖബ് ഇബ്നു യസാർ എന്ന് പറയുന്ന സഹാബി വര്യൻ, അദ്ദേഹം തൻ്റെ പെങ്ങളെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം തൻ്റെ ഭാര്യയെ, അവർക്കിടയിൽ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ ഭാര്യയെ തലാക്ക് ചെയ്തു. തലാക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഈ വിവാഹം ചെയ്ത അഥവാ മഅഖബ് ഇബ്നു യസാറിൻ്റെ അളിയന് വീണ്ടും തൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അതുപോലെ തിരിച്ചും ഈ മഅഖബ് ഇബ്നു യസാറിൻ്റെ സഹോദരിക്കും തൻ്റെ ആദ്യ ഭർത്താവിലേക്ക് തന്നെ, എൻ്റെ അടുത്തേക്ക് തന്നെ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. പക്ഷെ മഅഖബ് ഇബ്നു യസാർ ഇതിൽ പിടിവാശി പിടിച്ചു. മഅഖബ് ഇബ്നു യസാറിന് തൻ്റെ ഈ സഹോദരി വിവാഹമോചനം ചെയ്തത് വലിയ അരിശുണ്ടായി. അങ്ങനെ വീണ്ടും ഈ പെങ്ങളെ വിവാഹം ചെയ്യാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ പെങ്ങളെ എനിക്ക് അയച്ചു തരില്ല എന്ന്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ വചനം അവതീർണമായത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറയുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുകയും അങ്ങനെ അവരുടെ അവധി പൂർത്തീകരിക്കുകയും ചെയ്താൽ ഫലാ തഅളുലൂഹുന്ന, ഇത് വിവാഹമോചനം ചെയ്ത സ്ത്രീയുടെ ബന്ധുക്കളോടുള്ള കൽപ്പനയാണ്. ഫലാ തഅളുലൂഹുന്ന, നിങ്ങൾ അവർക്ക് തടസ്സം ഉണ്ടാക്കരുത്. യൻകിഹ്ന അസ്വാജഹുന്ന, അവരുടെ പൂർവ്വ ഭർത്താക്കന്മാരെ തന്നെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങളൊരു തടസ്സം ഉണ്ടാക്കരുത്. ഇതാ തറാലോ ബൈനഹും ബിൽ മഅറൂഫ്, അവർ പരസ്പരം നല്ല നിലയിൽ തൃപ്തിപ്പെട്ടിരിക്കെ, ഇതാ തറാലോ ബൈനഹും ബിൽ മഅറൂഫ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെന്തിനാ നിങ്ങൾ തടസ്സം ഉണ്ടാക്കരുത്, തടസ്സം ഉണ്ടാക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ബിഹി, അത് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ഉപദേശിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ, അഥവാ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും നിർബന്ധമാണെന്ത്, ഇങ്ങനെ വിവാഹമോചനം ചെയ്ത ആൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളതിൻ്റെ ഇടയിൽ പരസ്പരം തടസ്സം ഉണ്ടാക്കുന്നത്, അഥവാ ഈ പെണ്ണിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അതിന് തടസ്സം സൃഷ്ടിക്കരുത്. അവരല്ലാഹുവിലും അന്ത്യദിനത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദാലിക്കും അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. വാത്തഹർ, ഏറ്റവും വൃത്തിയുള്ളതും അത് തന്നെയാണ്. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു, നിങ്ങളറിയാത്തവരാണ്. അവരെന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടി വിവാഹമോചനം ചെയ്തെങ്കിലും വീണ്ടും അവരെ തിരിച്ചെടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അവർക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ ഇനിയും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പേടിച്ച് നിങ്ങളത് ചെയ്യരുത്. കാരണം അല്ലാഹു യഅലം, അല്ലാഹു അറിയുന്നു, അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുക. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.